ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. മോരുകറി നമ്മുടെ വീട്ടിലെല്ലാവരും തയ്യാറാക്കുന്നതാണ്. ഇന്ന് വളരെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഒരു അടിപൊളി മോരുകറി തയ്യാറാക്കാം. സോയ ചങ്ക്സ് ചേർത്ത് ഒരു അടിപൊളി മോരുകറിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സോയ ചങ്ക്സ് ചേർത്തുള്ള ഒരു അടിപൊളി മോരുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഒരു മിക്സി ജാറിൽ ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു കപ്പ് തൈര് എടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഈ വക ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കടലപ്പൊടി ചേർത്തുകൊണ്ട് നല്ല കൊഴുത്ത് തന്നെ നമുക്ക് കിട്ടും. അധികം വെള്ളമൊന്നും ആവത്തൊന്നുമില്ല. ഇനി നമുക്കൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിനിയും കടുകും ബാക്കി കാര്യങ്ങളൊക്കെ തളിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു വത്തലമുളക് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വത്തലമുളക് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുന്ന സമയം കൊണ്ട് ഒരു 2 ഞുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കരിവേപ്പിലയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലിഡ് ക്ലോസ് ചെയ്ത് അതൊന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിഡ് ക്ലോസ് ചെയ്ത് കേട്ടോ. ശേഷം ഒരു കുഞ്ഞ് മീഡിയം സൈസ് ഇഞ്ചി തീരെ നൈസായിട്ട് ഞുറുക്കി അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരിലോട്ട് നമുക്ക് ഈ വക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ബോയിൽ ചെയ്യുക. കാരണം ഇത് കട്ട പിടിച്ച് വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ കടലപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് ബോയിൽ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു തിക്നെസ് ആയി വരും കേട്ടോ. നമ്മൾ സോയ ചങ്ക്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലൊരു തിക്നെസ് ആയി തന്നെ വരും. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആവില്ല കേട്ടോ. ഞാനിവിടെ ഒരു 4 to 5 പേർക്ക് കഴിക്കാനുള്ള അത്രയും പാകത്തിനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര അളവ് വേണം അതനുസരിച്ച് തൈരിൻ്റെ അളവും ബേസിൻ അതായത് കടലമാവിൻ്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലൊരു ബോയിലായതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കടുക് താളിച്ച് അതേ പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം സോയ ചങ്ക്സ് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് നമുക്ക് ഈ ഒരു ഓയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലകളിലോട്ട് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തൈരിലോട്ടൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സോയ ചങ്ക്സ് ഇതുപോലെ റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ തൈരിലോട്ട് ജസ്റ്റ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു സോയ ചങ്ക്സ് ആ മോരിലോട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് ആദ്യം നമ്മൾ സോയ ചങ്ക്സിൽ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു, മോരിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മോരുകറി, നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് നെയ്യ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഓയിലും കൂടെ ചേർത്ത് ഒരു കുറച്ച് കരിവേപ്പിലയും ഇത്തിരി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് തൈരിന്, അതായത് ഈ ഒരു കറിക്ക്. അപ്പോൾ ശേഷം നമുക്ക് ആ ഒരു താളിച്ചത് നമുക്ക് മോരുകറിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറാണ് കേട്ടോ. നല്ല ആ ഒരു നെയ്യും കൂടെ ചേർത്ത് ആ മസാലകളൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് നല്ല ഫ്ലേവറാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളി നമ്മുടെ സോയ ചങ്ക്സിൻ്റെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. വളരെ വ്യത്യസ്ത രീതിയിലുള്ള മോരുകറിയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഒരു കറി മാത്രം മതി ധാരാളം ചോറ് കഴിച്ചു പോകട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി and keep smiling. Thank you for watching and bye bye.